കണ്ടല്ലൂർ വടക്ക് മുകുന്ദവിലാസം LP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരണ യോഗം നടത്തി. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു. കണ്ടല്ലൂർ വടക്ക് മുകുന്ദവിലാസം LP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി യോഗം ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം തന്നെ ആമുഖമായി വിളിച്ചു ചേർക്കണം. ഇതുവരെ എത്രയും കുട്ടികൾ ഇവിടെ പഠിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ അവരുമായിട്ടൊരു നല്ല ഇൻറ്ററാക്ഷൻ നമ്മുടെ കുട്ടികൾക്ക് ഒരു വലുതാണ്. പല നിലകളിലും എത്തിയിട്ടുള്ളവരുണ്ട്. അവരുമൊക്കെ ആയിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുള്ളൊരു അവസരം നമ്മുടെ കുട്ടികൾക്ക് കൂടി കൊടുക്കണം. അതൊരു വലിയ ഉദ്ഘാടന ചടങ്ങിൽ പ്രായോഗികമാകും എന്നെനിക്ക് തോന്നുന്നില്ല. അന്നേ ദിവസം വെച്ച് അതാണ് ഞാൻ പറഞ്ഞത്. അതിന് മുന്നോടിയായിട്ട് തുടക്കത്തിൽ ഇത് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നമ്മുടെ സ്വാഗത പ്രസംഗം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള എനിക്കേറെ പ്രിയമുള്ള നമ്മുടെ ടീച്ചർ HM സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് കിടപ്പുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ആ മാറ്റത്തിലാണ് ഇവിടേക്ക് ഒരുപാട് പേര് ഒഴുകിയെത്തുന്നത്, അല്ലേ? ലക്ഷക്കണക്കിന് കുട്ടികളാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പോൾ പൊതുവിദ്യാലയത്തിൻ്റെ മാന്യത കാത്തു സൂക്ഷിക്കുന്ന അധ്യാപകരായിട്ടാണ് അച്ചടക്കമുള്ള കുട്ടികളെ തൻ്റെ സ്വന്തം കുട്ടികളായിട്ട് കണ്ട് അച്ചടക്കമുള്ളവരാക്കി അവരെ മാറ്റുന്നവരാണ് അധ്യാപകർ. സ്കൂൾ PTA പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സുനി വിജിത്ത് അധ്യക്ഷയായി. ഇവിടെ പഠിക്കുന്ന കുട്ടികളായാലും പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരും എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നല്ല കുട്ടികളെ വാർത്തെടുക്കാനും അവർ ഓരോരുത്തരും ഓരോ നിലയിലെത്തി ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും ഇവിടെ നിന്ന് പഠിച്ചു പോയി നല്ല നിലയിൽ ഉദ്യോഗത്തിലിരിക്കുകയും അവിടെ നിന്ന് വിരമിച്ചവരും എല്ലാവരും ഉണ്ട്. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യിൽ പ്രസന്നകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. കലാപരമായിട്ട് നമ്മുടെ ഏറ്റവും മേന്മ നിരയിൽ എനിക്കറിയാം ഓണപ്പള്ളി സ്കൂളിലെ ഒരു പ്രോഗ്രാം പറഞ്ഞു കഴിയുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വരുന്ന എല്ലാ യോഗങ്ങളിലും എല്ലാ പ്രോഗ്രാമുകളും. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടുത്തെ കലാപരമായിട്ട് എല്ലാവരും മുന്നിൽ നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഇവിടെ ഉണ്ട് കലാരംഗത്ത്. നമ്മുടെ മുൻ മെമ്പർ രാജീവ് അടക്കം, നമ്മുടെ സോണി ശങ്കർ, ഹൻസരിദാസ്, വിജയൻ ചെമ്പക സാറ്, അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. മുൻ HMമാര്, അധ്യാപകര്, ഇവിടുത്തെ PTA എല്ലാവരും ചേർന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ എനിക്ക് അനൗദ്യോഗികമായിട്ട് PTA തീരുമാനിച്ചിരിക്കുന്ന 3 ദിവസത്തെ പ്രോഗ്രാം എന്നാണ്. നമ്മുടെ അക്ഷര മുത്തശ്ശിയായിട്ടുള്ള നമ്മുടെ LP സ്കൂളിന്റെ പരിപാടികൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ, ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമ്മളിത് ആഘോഷിക്കണം. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറയത്ത്, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം വീണ അജയകുമാർ, സ്കൂൾ മാനേജർ S. ഉഷാകുമാരി, ഹെഡ് മിസ്സസ് L. ശശികല, MPTA പ്രസിഡന്റ് സിസിലിൻ, PTA വൈസ് പ്രസിഡന്റ് ശരണ്യ, അധ്യാപകരായ K. അഞ്ജന, M. ശ്രീജ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. 1 വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾക്ക് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രൂപം നൽകിയിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം.